ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയാണ് കടങ്കാവൽ. മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, അസീസ് നെടുമങ്ങാട്, ഗായത്രി അരുൺ, രജീഷ വിജയൻ, ശ്രുതി രാമേന്ദ്രൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം ആദ്യം 3 ദിവസം പിന്നിട്ട് 4ാം ദിവസമായ തിങ്കളാഴ്ചയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വർക്കിംഗ് ദിനം കൂടിയായ ഇന്ന് തിങ്കളാഴ്ചയും ഈ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോ വഴി മണിക്കൂറിൽ 5000-6000 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാം ദിവസം ഇന്ന് തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 89 ലക്ഷം രൂപ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 9,94,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 3ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 5,56,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 15,50,00,000 രൂപയാണ്. സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 46 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ കളക്ഷൻ വിവരങ്ങൾ ഇന്ന് വൈകിട്ടോടെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വളരെ മികച്ച കളക്ഷനുമായി തരംഗമായി മാറി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, മാധവൻ, സാറ അർജുൻ, രാകേഷ് വേദി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 3ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 25,35,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 62 ലക്ഷം രൂപയുമാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 3 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 123,50,00,000 രൂപയും ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 34,50,00,000 രൂപയുമാണ്. അങ്ങനെ 158 കോടി രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 140 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. നവംബർ 21 തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശ് തിരക്കഥ, ഛായാഗ്രഹണം നിർവഹിച്ച് ദിഞ്ചിത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, അശോകൻ, ബിയാന മോമിൻ, ബിനു പപ്പു, വിനീത് നരേൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 17ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 58,70,75,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. അങ്ങനെ 17 ദിവസം കൊണ്ട് കേരളത്തിൽ 21,18,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 41,50,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് നായകനായി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ഈ സിനിമ 17ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 1,10,10,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 17 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ 5,40,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 9 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് നവംബർ 14 തമിഴിലും തെലുങ്കിലുമായി തിയേറ്ററിൽ പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് കാന്ത. കേരളത്തിൽ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 21 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 4,96,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 26,91,00,000 കളക്ട് ചെയ്തിട്ടുള്ള ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 35,36,00,000 രൂപയുമാണ്. ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായി ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ധീരം. ചിത്രത്തിൽ റീബ, മോണിക്ക ജോൺ, വിജയരാഘവൻ, നിഷാന്ത് സാഗർ, ദിവ്യ പിള്ള, അജു വർഗീസ്, റോഷൻ ബഷീർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 18,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് 44 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് പൊങ്കാല. എ.ബി. ബിനിൽ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശ്രീനാഥ് ഭാസി, ബാബുരാജ്, കിച്ചു ടെല്ലസ്, സമ്പത്ത് റാം, അലൻ സീർ, സുധീർ കരമന എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 12,90,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് 34 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 50 ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് ഖജുരാഹോ ഡ്രീംസ്. മനോജ് വാസുദേവ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ഭാസി, അതിഥി രവി, ധ്രുവൻ, ചന്തുനാഥ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 42 ലക്ഷം രൂപ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ 4ാമത്തെ മലയാള സിനിമയാണ് ദി റൈഡ്. സുഹാസ് ഷെട്ടി തിരക്കഥ എഴുതി റിതേഷ് മോഹൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുധി കോപ്പ, പ്രശാന്ത് മുരളി, ഗോപിക മഞ്ജുഷ, ശ്രീകാന്ത് മുരളി, മാല പാർവതി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 22 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷനായി 28 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ 4 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മധുരക്കണക്ക്. രതീഷ് യാം സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, ഹരീഷ് കണാരൻ, ഹരീഷ് പേരടി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 16 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.